ഹലോ, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി, ചമ്മന്തിക്കറി, തക്കാളി ചട്നി, പിന്നെ ഉലുവെള്ളം തിളപ്പിക്കും. പിന്നെ അതിന് ശേഷം പിന്നെ വെറുംചായ ഇടുന്നുണ്ട്, പിന്നെ ചായ, ഇതൊക്കെ. അപ്പം നമുക്ക് ഫസ്റ്റ് കട്ടൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. കട്ടൻ ചായക്ക് വെള്ളം വെച്ച് ഇനി ചമ്മന്തിക്കറിക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അങ്ങനെ ചമ്മന്തിക്കറിക്ക് ചട്ടി വെച്ചിട്ടുണ്ട്. തീ കത്തിച്ച് ചട്ടി ഒന്ന് അനക്കട്ടെ നേരത്തിന്. ആ നേരത്തിന് നമുക്ക് ഇഡ്ഡലി പാത്രം എടുക്കാം. ഇഡ്ഡലി പാത്രം എടുത്തിട്ട് ഇഡ്ഡലി പാത്രം അവിടെ ഇരിക്കട്ടെ. അപ്പം എൻ്റെ ചമ്മന്തി കറിക്കുള്ള ചട്ടി അനന്നിട്ടുണ്ട്. അപ്പം അതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ച് ഇനി ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടട്ട് നേരത്തിന് നമുക്ക് കട്ടൻ ചായയിൽ തേയില ഇടാം. തേയില ഇട്ട് കൊടുക്കാം. അപ്പോൾ അതവിടെ കട്ടൻ ചായ തിളച്ചിട്ട് ആ നേരത്തിന് കടുക് പൊട്ടിക്കഴിഞ്ഞ് അപ്പോൾ അത് ചെറിയ ഉള്ളി, കറിവേപ്പില, ഇത് രണ്ടും ഇട്ട് കൊടുക്കാം. കടുക് ചേർത്ത് ചേർത്ത് ഇത്ര ശക്തിയാണ് അറിയുന്നത്. ഇനി നമുക്ക് എന്തോന്ന് ചെയ്യാം, ഈ തേങ്ങ മിക്സി ജാറിലേക്ക് ഇട്ടെടുക്കണം. തേങ്ങ, ഉള്ളി, മുളക് പൊടിയാണ് ഞാൻ ചേർക്കണം. എല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കാം. അടച്ചിട്ട് നോക്കട്ടെ, ഒന്നും ആയില്ല. ആ നേരത്തിന് നമുക്കൊന്ന് അരച്ചെടുക്കാം. ചമ്മന്തിക്കറി അരച്ചെടുത്ത് ഇനി നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ളി മൂത്തിട്ടുണ്ട്, ഉള്ളി കറിവേപ്പിലയൊക്കെ മൂത്തിട്ടുണ്ട്. അതിലോട്ട് ചമ്മന്തിക്കറി വെച്ച് കൊടുക്കാം. ഒരു വെള്ളം ഇട്ട് കഴുകി ഒഴിക്കാം. ഒഴിച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവ്, കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഉപ്പുണ്ട്. ചെറുതായിട്ടൊന്ന് അനക്കട്ടെ കേട്ടോ. അത് ചമ്മന്തിക്കറി തിളച്ച അത് ഇതായിപ്പോ, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. അപ്പോൾ ഒന്ന് അനന്ന് കിട്ടണം.
ഇപ്പോൾ ചമ്മന്തി കറി അനന്നിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ഇറക്കി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇപ്പുറത്തെ അടുപ്പിലോട്ട് ഇഡ്ഡലിക്ക് വെള്ളം വയ്ക്കാം. ഇതാ കാണിച്ചത്. ഇനി ഇതാ ഇഡ്ഡലിക്ക് വെള്ളം വയ്ക്കുകയാണ്. വെച്ചു, ഇങ്ങനെ ഇഡ്ഡലിക്ക് വെള്ളം വെച്ചു. ഇനി എന്ത് ചെയ്യാം, ഇനി നമുക്ക് ഈ ചമ്മന്തിക്കറി ഒന്ന് അടച്ചു കൊടുക്കാം. ആവി ഇറങ്ങും, അതാണ് ഞാൻ ഇത്തിരി കഴിഞ്ഞ് ഇട്ട് അടച്ചത്, ഇല്ലെങ്കിൽ അതിനകത്ത് വെള്ളം ഇറങ്ങും. അപ്പോഴ് നമുക്കിനി മാവ് കുഴച്ച് കൊടുക്കാം. മാവ് മിക്സ് ചെയ്യാം. മാവ് ഇളക്കി കൊടുക്കാം. മാവ് പൊന്തി വന്നു കേട്ടോ, നല്ലോണം പൊന്തി വന്നായിരുന്നു. പൊന്തി വന്നെന്നല്ല, പൊങ്ങി വന്നെന്നൊക്കെ തന്നെ പറയണം. തിരുവനന്തപുരം അല്ലേ. ഇനി നമുക്കിതിലേക്ക് ഉപ്പൊഴിക്കാം. ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ചിലർ സോഡാപ്പൊടി ചേർക്കും ഇതിൽ ഇഡ്ഡലിക്ക്, പക്ഷെ ഞാൻ ചേർക്കൂല. ദോശയ്ക്ക് ഇഡ്ഡലിക്ക് സോഡാപ്പൊടി ഞാൻ ചേർക്കൂല. അപ്പം ചുടുമ്പോൾ മാത്രം സോഡാപ്പൊടി ചേർക്കും. ഇതിപ്പം ഇത് നന്നായി ഇളക്കിയിട്ടുണ്ട്. അല്ല, ഇതിൽ ഇഞ്ചിയും ഒരു ശകല ഇഞ്ചിയെ ചേർക്കുള്ളൂ കേട്ടോ. ശകല ഇഞ്ചി തോനെ ചേർക്കില്ല. ഒരു ചെറിയൊരു പച്ചമുളകേ ചേർക്കും. കറിവേപ്പില ഞാൻ ചേർത്തിട്ടില്ല, ഉണ്ടായിരുന്നു ഞാൻ ചേർത്തില്ല. പിന്നെ ഒരു ശകല ഉലുവ ഇട്ടായിരുന്നു. ഇച്ചിരി അരിയല്ലേ ഇടുള്ളൂ, നാഴിയരി ഇടൂല. നാഴിയരി ഇടൂല, നാഴിയുടെ പകുതിയേ ഇടൂ. പിന്നെ ഇച്ചിരി ചോറും 2 പിടി ഉലുവയും കൂടെ ആകുമ്പോൾ അത് മതി. അങ്ങനെ നമ്മൾ മാവ് കലക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇതിൻ്റെ തട്ടിൽ എല്ലാം കഴുകി ഉണക്കി എണ്ണ ചേർത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഒഴിക്കകത്ത്. അപ്പം നമുക്കിനി അത് ഞാൻ അതിലോട്ട് വെച്ചിട്ടാണ് കോരി ഒഴിച്ചു കൊടുക്കണം. അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് കോരി ഒഴിച്ചു കൊടുക്കാം. വെറുതെ തിളച്ച് കേട്ടോ, അത് ഓഫാക്കിയിടാം. അപ്പം നമുക്ക് തട്ട് വെച്ച് കൊടുക്കാം. തട്ട് വെച്ചതിന് ശേഷം ആദ്യത്തെ തട്ടിൽ 4 ഇതാണ് കേട്ടോ, 4 എണ്ണം ഒഴിക്കാം. അപ്പം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കീന് ആദ്യത്തേൽ ഒഴിച്ചു. ഇനി രണ്ടാമത്തെ തട്ട്, അത് എണ്ണ വെട്ടി വെച്ചിരിക്കുകയാണ്, ഒഴിക്കുകയാണ്. അതിൽ 5 ഇതെണ്ണം ഒഴിക്കാൻ കേട്ടോ. 5 എണ്ണം ഉണ്ട്, 5 കുഴിയുണ്ട്. അപ്പം അതിൽ 5 എണ്ണത്തിന് ഒഴിക്കാം. ഇതെല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇവർ ഒരെണ്ണത്തിനേ വരും. അപ്പോൾ ഇതെന്ത് ചെയ്യും ഞാൻ ലാസ്റ്റ്, അതൊരു ട്രിക്കുണ്ട്. ഇത് ഇങ്ങനെ നമുക്ക് അടച്ചിട്ട് കൊടുക്കാം. അപ്പം ഈ ഒരെണ്ണ വരണമെന്ന് പറഞ്ഞില്ലേ, ഇത് ഇനി ഇഡ്ഡലി പാത്രം വെച്ചിട്ട് ഇതെല്ലാം എടുത്തതിന് ശേഷം ഇഡ്ഡലി തട്ടിൽ ഒഴിച്ചു കൊടുത്താൽ നഷ്ടവും, ഗ്യാസ് എരിഞ്ഞു പോകും. അപ്പോൾ എന്ത് ചെയ്യും, ഒരു ദോശക്കല്ല് വയ്ക്കും. ദോശക്കല്ല് വെച്ചിട്ട് ഈ ഒരെണ്ണത്തിനേ ഉള്ളൂ, അതങ്ങ് ഒഴിച്ച് പരത്തി നല്ലോണം പരത്തി എടുത്ത്
ദോശയാക്കും. എങ്ങനെയുണ്ട് ഐഡിയ? ഈ പാത്രങ്ങളൊക്കെ എല്ലാം ലാസ്റ്റ് ഞാൻ തേച്ച്. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ കാപ്പി ഉണ്ടാക്കി മക്കൾക്ക് കൊടുത്തതിന് ശേഷം വിശപ്പിന് കൊടുത്തിട്ട് കംപ്ലീറ്റായി തേച്ച് കഴുകി ഇട്ടേക്ക് വൃത്തിയാക്കി എല്ലാം ആക്കിയതിന് ശേഷം അടുത്തത് തുടങ്ങും ചോറും കറികളും. രാത്രി കഴുകി വെച്ചതാണ് കേട്ടോ. രാത്രി എല്ലാം കഴുകി ഒതുക്കി പറക്കി ഇട്ടേക്ക് ഒതുക്കി പാത്രങ്ങളെല്ലാം തേച്ച് കഴുകി വെച്ചതാണ്. രാവിലെ ഇരിക്കുമ്പോൾ എന്തായാലും കാപ്പി ഉണ്ടാക്കുമ്പോൾ അത് നമ്മൾ ആവശ്യങ്ങൾക്ക് പാത്രങ്ങൾ എടുക്കില്ലേ, അങ്ങനെ. അപ്പം ഇനി അടുത്തത് നമുക്ക് കട്ടൻ ചായ ഇട്ട് വെച്ചിരിക്കുകയാണ്, അത് ഒഴിക്കാം. ഒഴിക്കാൻ ഞാൻ കഴിയും. ഞാൻ ഇഡലി അവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ. അപ്പം ആ നേരത്തിന് കട്ടൻ ചായ ഒഴിക്കാം. കുറച്ച് കട്ടൻ ചായയുടെ ഉള്ളൂ. മോള് പാൽ ചായ കുടിക്കൂല, അങ്ങനെ അവൾക്ക് കട്ടൻ ചായ റെഡി. ഇനി നമുക്ക് ഇതിൽ തന്നെ ഈ കട്ടൻ ചായ ഇട്ട പാത്രത്തിൽ തന്നെ ചായ ഇടാം. അപ്പം ചായക്ക് വെള്ളം വയ്ക്കാം. ഈ പൈപ്പ് ഇഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരുന്നത് കേട്ടോ. വെള്ളം എടുത്ത് അങ്ങോട്ട് വയ്ക്കാം. അപ്പം ചായക്ക് വെള്ളം വയ്ക്കാം. കുറച്ച് മതി ചായ. ചായക്ക് വെച്ച് തീ കത്തിക്കാം. ഇപ്പം ചായക്ക് വെച്ചിട്ടുണ്ട്. ചായ വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. ഇനി ഇഡലി റെഡി ആവട്ടെ. ചായ ഇത് വെള്ളം തിളച്ചതിന് ശേഷം കാണിക്കാം. അപ്പം തക്കാളി ചട്നിക്ക് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതും പിന്നെ കാണിച്ചു തരാം. അങ്ങനെ ചായക്ക് തേയില ഇടാം. വെള്ളം തിളച്ച് തേയില ഇട്ട് തേയില പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കും. തേയിലയും പഞ്ചസാരയും ഇട്ടതിന് ശേഷം പാലൊഴിക്കാം. പാലൊഴിച്ച് കൊടുക്കാം. ലിയോയ്ക്ക് ഇത്തിരി കൊടുക്കണം പാല്. ചായയിൽ ഒഴിച്ച് കൊടുക്കും, ഇല്ലെങ്കിൽ അവൻ കുടിക്കൂല. കട്ടി പറഞ്ഞാൽ കുടിക്കൂല പുള്ളിക്കാരൻ. ആരമോ ഭയങ്കര ഇതാണ് ഫുഡ് കൊടുക്കാനൊക്കെ. രണ്ട് ദിവസം റേഷൻ കടയിലെ അരി ഇട്ടാണ് ചോറ് വെച്ചത്, വെള്ള അരി. പക്ഷെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ 2 ദിവസം വെച്ച് കഴിച്ചു. ലിയോയ്ക്ക് കൊടുത്ത്. ധനു ആണെങ്കിൽ കുഴപ്പമില്ല, മീൻ തലയൊക്കെ ഇട്ട് വിരകി കൊടുക്കുമ്പോൾ കഴിക്കും. ലിയോ എന്തോന്നേ, ലിയോ തിന്നൂല. ആ രാവിലെ ഒരു മുട്ട കുടിക്കുന്നതും പിന്നെ ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് അതിൽ കുറേ പാലൊഴിച്ച് കൊടുക്കുന്നതും, പാലൊഴിച്ച് അനത്തി ചൂടാക്കി കൊണ്ട് കൊടുക്കും, അതും കുടിക്കും. ആ റേഷനരി ചോറ് ഉച്ചയ്ക്ക് കൊടുത്തത് തൊട്ടിട്ടില്ല. മീനൊക്കെ ഇട്ട് കുഴച്ചാണ് വീണ. അരപ്പ് വരവിയാൽ തിന്നൂല. അരപ്പ് വീണ
കഴിക്കില്ല. മീൻ മാത്രം ഇടഞ്ഞ് 2 പൊരിച്ച മീൻ, 2 കറി വെച്ച മീൻ, ഇതെല്ലാം കൂടെ ഇട്ട് നല്ലതുപോലെ തുറായിരിക്കുന്ന ചോറാണ് കുഴച്ച് കൊണ്ടുവന്ന് വെച്ച് കൊടുത്തിട്ട് ഉച്ചയ്ക്ക് വെച്ച ചോറ് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ തിന്നില്ല, ഞാനടുത്ത് കളഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? വീണ്ടും വൈകിട്ട് രാത്രിയിലത്തെ ഫുഡ് കൊടുത്തു. അതും അതുപോലെ തന്നെ പിറ്റേന്ന് നേരം എടുത്തപ്പോൾ എടുത്ത് കളഞ്ഞു. പിന്നെ ഇന്നലെ എന്തോ ഇത് നല്ല അരിയിട്ട് ചോറ് വെച്ചു, കൂടിയ അരി, അത് കഴിച്ച് 2 നേരം കഴിച്ചു. അങ്ങനെ തക്കാളി ചട്ടേനി റെഡി. ഇത് നല്ലതാണ്. ചമ്മന്തിക്കറിയും തക്കാളി ചട്നി, ഇഡലി, ദോശയായാലും കൊടുക്കും. അപ്പം അതായിട്ടുണ്ട്. അതടച്ച് വെച്ച് ഇനി ചായ തിളയ്ക്കാൻ പോകണം. ഇതിലോട്ട് ഒഴിക്കാം. ഇഡലി വെന്തില്ല കേട്ടോ, കുറച്ചുകൂടെ സമയം, എന്തായാലും 1/2 മണിക്കൂർ വേണം. ഇഡലി അവിടെ ഇരുന്ന് വേവട്ടെ, പിന്നെ കാണിക്കാം. ചായയും ഇട്ട് ഇറക്കാം. ഇങ്ങനെ ചായ തിളയ്ക്കുന്നുണ്ട്. തിളക്കട്ടെ. ഈ തീ നല്ല തീയാണ് ഈ അടുപ്പിൽ. അപ്പം ഇത് വെച്ചിട്ട് അങ്ങോട്ടാ ചേട്ടാ മാറുമ്പോൾ ഒന്ന് ചായ പോകും. അതുകൊണ്ട് ഇന്ന് പൊങ്ങി വീടോ ഇല്ലെന്ന് എനിക്കറിയണം. ഞാൻ അവിടെ തന്നെ നിൽക്കും. സമൂഹം നിൽക്കൂലേ പൊങ്ങി വീഴാൻ. തിളക്കട്ടെ. ഓയ് വീണില്ല കേട്ടാ, പൊങ്ങി വീണില്ല. അപ്പം നമുക്ക് ചായ ഒഴിക്കാം. ചായ അങ്ങനെ ഒഴിച്ച് ഇനി എന്തോ ചെയ്യാം? നമുക്ക് ചായ അടിക്കണമല്ലോ. ഇത് അടിച്ച് മാറ്റി വയ്ക്കാം. ചായക്കടയിലാണ് ചായ അടിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പോവായിരുന്നു. പക്ഷെ എന്തൊരു ചെയ്യാൻ, കൈ ഒടിഞ്ഞ കൈയില്ലേ, ഒടിഞ്ഞ് സർജറി കഴിഞ്ഞ് വെച്ചിരിക്കുന്നതുകൊണ്ട് പറ്റൂല. ഇത്രയൊക്കെ പിടിക്കത്തുള്ളൂ. ചായക്കടയിലാകുമ്പോൾ ആളുകൾ വരില്ലേ, അപ്പം സ്പീഡിന് അടിക്കണ്ടേ, ഒന്നും പറ്റൂല. നമുക്ക് 5-6 പേർക്കുള്ള ചായ ആയി. ഇവിടെ ഇരിക്കട്ടെ, ചായ അടച്ചു വയ്ക്കാം. അങ്ങനെ ഒരടുപ്പിൽ ഉലുവ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. കുറേ വെള്ളം തിളപ്പിച്ചങ്ങെടുക്കും. പിന്നെ എന്തോന്ന് ഇത് ദോശ ഞാൻ പറഞ്ഞില്ലേ, ഇഡലി ഉണ്ടാക്കിയിട്ട് ബാക്കി ഒരു എണ്ണത്തിനുണ്ട്. അത് പിന്നെ ഇഡലി പാത്രം വെച്ചാൽ നഷ്ടവും. വെള്ളം തിളച്ച് കുറേ നേരം വേണുണ്ട്. ഇതാകുമ്പോൾ അതിന് ദോശയായി. വേണ്ട, ഒരു ദോശയായിട്ട് വലിയ ദോശയായിട്ട് ഒഴിച്ച്. പിന്നെ ഉലുവ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്ന നല്ലോണം വെട്ടി തിളപ്പിക്കും കേട്ടോ. അപ്പം ദോശക്കല്ലിൻ്റെ തീ മാറ്റിയിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടേ, ഇഡലി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ കുറച്ച് ചൂടാറിയതിന് ശേഷം വെള്ളം കുടഞ്ഞു കൊടുത്തിട്ട് വെച്ചേക്കും. അങ്ങനെ പൂ പോലത്തെ ഇഡലി പാത്രത്തിൽ തട്ടിയിടുന്ന കാണിച്ചു തരാം. ഞാനെന്ന് പറഞ്ഞാൽ കുറച്ച് നേരം എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം വെള്ളം പിന്നെ
കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുത്ത്. പിന്നെ ഇത് ആട്ടണമെന്ന് പറഞ്ഞാൽ ആട്ടിയെടുക്കുന്നത് അരി ആട്ടുമ്പോഴത്തേക്ക് നല്ലതുപോലെ പച്ചരി ഉഴുന്നും കൂടെ നല്ലതുപോലെ 5-6 വെള്ളം കഴുകിയതിന് ശേഷം അതിലോട്ട് വെള്ളം ഒഴിച്ചിട്ടിട്ട് പിന്നെ ഉലുവ ഇട്ട് കൊടുക്കും. ഉലുവയത്തിരി ഇട്ട് കൊടുത്ത് കോവുന്നു. രാത്രി ആട്ടുള്ളൂ, രാവിലെ ഇടും, രാത്രി ആട്ടും. രാത്രി എന്ന് പറഞ്ഞാൽ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ആട്ടിക്കും. എന്നിട്ട് എന്തോ ചെയ്യും, പിന്നെ എന്നിട്ട് ആ വെള്ളം ലാസ്റ്റ് നമ്മൾ ഒഴിച്ച് എല്ലാം കഴുകിക്കളഞ്ഞിട്ട് ലാസ്റ്റ് ഒഴിക്കുന്ന വെള്ളം ആ വെള്ളത്തിലാണ് അതിലിട്ട് കൊന്നതിന് ശേഷം ആ വെള്ളത്തോടെ തന്നെ എടുത്തിട്ട് മിക്സിയിലെ ജാറിലിട്ടിട്ട് പിന്നെ ഇച്ചിരി ചോറും ഇട്ട് ഇഞ്ചി ഇച്ചിരി കൂടെ പച്ചവെള്ളം ഇട്ട് ആട്ടിയത്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഞാൻ ഇടുന്നത് പാത്രത്തിലോട്ട് കാണിച്ചു തരാം. കണ്ട ഇങ്ങനെ എടുത്ത് വെക്കുക. ഇത് കണ്ടല്ലോ, കണ്ട നല്ല പഞ്ഞി പോലെ ഇരിക്കുകയാണ്. കണ്ടല്ലോ, എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ കണ്ട നല്ല സോഫ്റ്റ് ഇട്ടരി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. വേണ്ട അടുത്ത തട്ടെടുക്കുകയാണ്. കണ്ടല്ലോ, തൊട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇനി വരണം. അങ്ങനെ പൂ പോലത്തെ ഇഡ്ഡലി, തക്കാളി ചട്ടിനി, കണ്ട ചമ്മന്തിക്കറി, ചായ. ഇപ്പോഴേ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.